Hello friends, welcome back to Raw. റോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തിൻ്റെ കവടിയാർ എന്ന സ്ഥലത്താണ്. സോ നമ്മുടെ ഈ ഒരു ഓണം 2022 ഓണം ട്രിവാൻഡ്രം എങ്ങനെ വേണം ആഘോഷിക്കുന്നതെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇതിൽ കൂടെ കാണാൻ പോകുന്നത്. സോ നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ 2022 ഓണാഘോഷം, ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷം സെപ്റ്റംബർ 6 മുതൽ സെപ്റ്റംബർ 12 വരെയാണ് നടക്കുന്നത്. സോ ഈ ഒരു ഇവൻറ്റ്സിന് മുന്നോടിയായിട്ടുള്ള ലൈറ്റപ്പും എല്ലാ സംഭവവും ഇവിടെ ഓൾറെഡി റെഡിയായി കഴിഞ്ഞിരിക്കും. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഓണാഘോഷം എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്നത് നമുക്ക് ലൈറ്റ് കാണാൻ പോകാമെന്ന ഒരു ഡയലോഗാണ്. സോ ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കവടിയാർ മുതൽ പ്ലാമൂട് വരെ, അതായത് നമ്മുടെ PMG ജംഗ്ഷൻ വരെയാണ് ഫുൾ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ലൈറ്റ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒത്തിരി ലൈറ്റ്സാണ് അവർ മരങ്ങളിൽ ഫുൾ ഇട്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. സോ ഇത് കാണാനാണ് ഏറ്റവും കൂടുതൽ റഷ് ട്രിവാൻഡ്രത്ത് ഉണ്ടാകുന്നത് ഓണം ടൈം. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓഡിറ്റോറിയത്തിലും നമ്മുടെ കനവക്കുന്ന് മ്യൂസിയം അവിടെ എല്ലാ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ചില ഹൈലൈറ്റ് ഇവൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെയെന്ന് വെച്ചാൽ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ബാൻഡ് സംഘടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അകം ബാൻഡ് വരുന്നുണ്ട്, തൈക്കുടം ബ്രിഡ്ജിൻ്റെ ബാൻഡ് വരുന്നു. സോ ഇതൊക്കെ ഭയങ്കര ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണെന്ന് പറയാം. ഇത് യങ്സ്റ്റേഴ്സിന് വളരെയധികം ഇഷ്ടപ്പെടും. നമുക്കപ്പം ഇവിടുത്തെ ഫുൾ ലൈറ്റ്സ് നമുക്ക് വണ്ടിയിലിരുന്നൊന്ന് ആദ്യം കണ്ടു നോക്കാം. അപ്പം നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും. സോ വരൂ. ഇവിടെ ഫുൾ ലൈറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഈ ഒരു ഏരിയയും എല്ലാം. ഇതിൽ കുറച്ച് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ബ്ലൂ LED വരുന്നതാണ്. സോ നമുക്ക് ഇതിപ്പം കവടിയാർ ജംഗ്ഷൻ, അതായത് അമ്പലമുക്കി പോകുന്ന ജംഗ്ഷനാണ് ആ കാണുന്നത്. നമ്മൾ അങ്ങോട്ടായിരിക്കും പോകുന്നത്. അവിടെ ശാസ്ത്രമംഗലം ജംഗ്ഷനാണ്. അവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മൾ മ്യൂസിയം ആ ഏരിയയിലോട്ടാണ് പോകുന്നത്. സോ അവിടെയാണ് കുറേ കൂടെ ലൈറ്റ്സ് ഉള്ളത്. സോ നമുക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാസ്ത്രമംഗലം ജംഗ്ഷനിലാണ്. സോ അവിടെ നിന്ന് നമ്മളിതാ റൈറ്റ് എടുത്ത് മ്യൂസിയം റോഡിലോട്ട് കയറുകയാണ്. ഇവിടെ ഫുൾ എല്ലാം കെൽട്രോൺ എല്ലാം ലൈറ്റപ്പ് ആക്കിയിട്ടുണ്ട് അവർ. ഇത് നമ്മുടെ മ്യൂസിയം റോഡാണ്. ഇവിടെയാണ് ഒത്തിരി ലൈറ്റ്സ് ഉള്ളത്. ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ കനവക്കുന്നിൽ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നത്. മെയിൻ ഇവൻറ്റ്സ് എല്ലാം ഈ ഒരു സ്ഥലത്താണ് നടക്കുന്നത്. സെപ്റ്റംബർ 6 തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം, ഓണാഘോഷം 2022. സോ ആ ഒരു ടൈം ആകുമ്പം ഈ ഏരിയയിൽ നമുക്ക് കാറ് കൊണ്ടുവരാനുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. മിക്കവാറും അവർ കടത്തി വിടത്തില്ല, നമ്മൾ നടന്നൊക്കെ ആയിരിക്കും പോകുന്നത്. സോ അത്രയ്ക്ക് റഷ് ഉണ്ട്. ഇപ്പോഴേ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു റഷാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കനവക്കുന്ന്. ഇവിടെയാണ് മെയിൻ ഇവൻറ്റ്സ് എല്ലാം നടക്കുന്നത്. ഉദ്ഘാടനം നടക്കുന്ന ഈ ഒരു റൈറ്റ് സൈഡിലാണ്. ഇവിടെ ഓൾറെഡി നല്ല റഷൊക്കെ ആയിട്ടുണ്ട് ഈ ലൈറ്റ്സ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്.
ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മ്യൂസിയം ആൻഡ് സൂ ട്രിവാൻഡ്രത്തെ. അവിടെയും ഫുൾ ലൈറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് ഷോ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സിൻ്റെ സ്റ്റോളുകൾ വരും. പിന്നെ നമുക്ക് ചെറിയ ഡ്രസ് ഐറ്റംസ്, കോസ്മെറ്റിക് ഐറ്റംസ് അതെല്ലാം മേടിക്കുന്ന സ്റ്റോൾസും വരാറുണ്ട്. നമ്മളിനി ലെഫ്റ്റ് സൈഡിൽ അടുത്തതായിട്ട് കാണാൻ പോകുന്ന ട്രിവാൻഡ്രത്തെ നഗരസഭ ഓഫീസാണ്. ഇതെല്ലാ വർഷവും ഫുള്ളി ലൈറ്റപ്പ് ആക്കും. ഫുള്ളി ലൈറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നഗരസഭ ഓഫീസാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോവുകയാണ്. ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് സെക്രട്ടേറിയറ്റ് വരുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു കാഴ്ചയും കൂടെ കാണിച്ചു തരാം. ഈ ഒരു റോഡ് ഈസ്റ്റ് ഫോർട്ടിൽ പാളയം അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു റോഡാണ്. സോ ഇവിടെയും അത്യാവശ്യം ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ എത്താറായിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റും ഫുൾ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്. ഫുൾ ലൈറ്റപ്പ് ചെയ്തേക്കാണ്. ഇതും എല്ലാ വർഷവും അവർ ഫുൾ ലൈറ്റ് ഇടുന്ന ഒരു സംഭവമാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രത്ത് ഗ്രേറ്റ് ബോംബെ സർക്കസ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 20 മുതലാണ് അവരിവിടെ പ്രദർശനം ആരംഭിച്ചത്. 3 ഷോയാണുള്ളത്. സോ അതും ട്രിവാൻഡ്രത്തുണ്ട്. അത് നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ പുത്തരിക്കണ്ടം മൈതാനത്താണ് നടക്കുന്നത്. അതായത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഗണപതി അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ്. നമ്മൾ അടുത്ത അങ്ങോട്ടാണ് പോകുന്നത്. സോ അവിടുത്തെ കാഴ്ചയിലോട്ട് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈസ്റ്റ് ഫോർട്ടിലാണ്. അതായത് നമ്മുടെ കിഴക്കേ കോട്ട എന്ന് പറയും. നമ്മുടെ പത്മനാഭ സ്വാമി ടെമ്പിളിൻ്റെ തൊട്ടടുത്താണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഗണപതി അമ്പലം. സോ നമ്മുടെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗ്രേറ്റ് ബോംബെ സർക്കസിൻ്റെ ഇവൻറ്റ് വരുന്നത്. ഇതാണ് പുത്തരിക്കണ്ട മൈതാനം. ഇവിടെ വെച്ചിട്ടാണ് ഗ്രേറ്റ് ബോംബെ സർക്കസ് നടക്കുന്നത്. സോ ഡെയിലി 3 ഷോയാണുള്ളത്. 1 മണിക്ക്, 4 മണിക്ക്, 7 മണിക്ക്. സോ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. നിങ്ങൾക്ക് അകത്തോട്ട് നോക്കിയാൽ കാണാം. സോ ഇതും ട്രിവാൻഡ്രത്തെ ഓണത്തിൻ്റെ മറ്റൊരു ആകർഷണമാണ്. സോ ഇതൊക്കെയാണ് ട്രിവാൻഡ്രത്ത് ഓണാഘോഷത്തിന് ഓൾറെഡി റെഡി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ. സോ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓണാഘോഷത്തിൻ്റെ കുറേ അടിപൊളി വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നത്. അതുവരേക്കും സീ യു, ബൈ. Don't need you to like me, don't need you to like me, don't need you to like me.